ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ നല്ല ചീര ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും ഇന്ന് ചീരത്തോരനായിരിക്കും. പിന്നെ അമ്മ അടുക്കളയിൽ പാചകവും പരിപാടിയൊക്കെയാണ് കേട്ടോ. ഞാൻ നേരെ ജിമ്മിലോട്ട് പോയി. ഇന്നാണെങ്കിൽ ആരോമലിന് പനി പിടിച്ച് പിന്നെയും കിടപ്പായി. സുനിയേട്ടനാണെങ്കിൽ അടവെടുത്തു ലെഗ് ഡേ ആയതുകൊണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഹാംസ്ട്രിങ്സിനുള്ള വർക്കൗട്ട്സും കാര്യങ്ങളും ചെയ്തു. അതിന് ശേഷം ആപ്സിനുള്ള വർക്കൗട്ടും ചെയ്തു കേട്ടോ. ഒരു 2 വർക്കൗട്ടേ ആപ്സിന് കൊടുത്തുള്ളൂ. പിന്നെ കുറേ സമയം ഞാൻ അവിടെ നിന്ന് ഇവരുമായിട്ടെല്ലാം സംസാരിച്ച് നിന്നിട്ട് പങ്കീസിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ സുനിയേട്ടൻ ദേ അവിടെ നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് എവിടെയോ പോകാനായിട്ട് പോകുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് നേരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ചിക്കൻ സാലഡൊക്കെ ആയിരുന്നേ. അതിന് ശേഷം ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ദാ മുകളിൽ കയറി നിന്നപ്പം മാളു ദാ ചാടി വലിഞ്ഞ് കയറി അവിടെയും വന്നേ. അവളോട് പോയി കുളിച്ച് PSCക്ക് പോകാൻ റെഡിയാകാൻ പറഞ്ഞതാ. പക്ഷെ അവൾ കേൾക്കത്തില്ല. നമ്മുടെ സോളാറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. 10:07 ആയി കേട്ടോ. അപ്പോഴും അവളുടെ മേക്കപ്പും പരിപാടിയും നടക്കുന്നേ ഉള്ളൂ. 10:30ക്കാണ് ക്ലാസ്. കറക്റ്റ് 10:30 ആകാതെ അവൾ ഇറങ്ങത്തുമില്ല. പിന്നെ അമ്മയോട് പിന്നെയും ഇറങ്ങി നിന്ന് സംസാരമാണേ. അവളെ PSCക്ക് വിട്ടിട്ട് ഞാൻ ചെന്ന് ജസ്റ്റ് ഒന്ന് ട്രിമ്മും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ദാവീദ് സിനിമ കാണണമെന്നുണ്ടായിരുന്നേ. അതിനിതാ ഞാൻ നേരെ പോയി ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ആളില്ലാത്ത കാരണം ബ്രോമാൻസിന് ഷോ ഉണ്ടായിരുന്നു. പിന്നെ അത് കയറി കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മുടെ ലഞ്ചും കാര്യങ്ങളും ഒക്കെ കഴിച്ചു കേട്ടോ. ലഞ്ചിനകത്ത് അധികം പ്രോട്ടീനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. പിന്നെ മാളുവിനെ നേരെ വിളിച്ചുകൊണ്ട് വന്നു. അവളിതാ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നേരെ മിഠായിയുടെ പുറകിലോട്ട് പോയി കേട്ടോ. എത്ര മിഠായി കഴിക്കരുതെന്ന് പറഞ്ഞാലും അവൾ കേൾക്കില്ല. പിന്നെ രാഹുലിന് പ്രോട്ടീൻ വാങ്ങണമായിരുന്നു. ഞങ്ങൾ നേരെ അടൂര് പോയി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വാങ്ങി കേട്ടോ. എന്നിട്ട് അടൂര് അവിടുന്ന് തന്നെ ഒരു കോഫി കഴിച്ചു മധുരമിടാതെ. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് പ്രോട്ടീനിൻ്റെ കുറവ് കാരണം ഞാൻ ഷവായ മേടിച്ച് കഴിച്ചേ. ഷവായൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ കണ്ടൻറ്റ് അങ്ങ് റെഡി ആകുമല്ലോ. അങ്ങനെയൊക്കെയാണ് മനസ്സിനൊരു സമാധാനം. അതിന് ശേഷം തിരിച്ച് വരുന്ന വഴിക്ക് ഇതാ പെൺകുട്ടികളുടെ തിരുവാതിരയൊക്കെ കണ്ടു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു 4 എഗ് വൈറ്റ്സ് ഒരു ഹോൾ എഗ് കഴിച്ചു. പിന്നെ സാജിക്കുള്ള ഫുഡും കൊടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.